ഇപ്പം മെലഫിസെൻ്റ് വളർന്ന് വലുതായിട്ടുണ്ട്. കൂടാതെ മോർസിൻ്റെ പ്രൊട്ടക്ടറായി മാറിയിട്ടുണ്ട്. മനുഷ്യന്മാരുടെ രാജ്യത്ത് താമസിച്ചിരുന്ന രാജാവായിരുന്നു കേട്ടോ ഹെൻറി രാജാവ്. അദ്ദേഹത്തിന് എങ്ങനെയും മൂർസ് പിടിച്ചടക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും മൂർസ് ആഗ്രഹിച്ച് നടന്ന ഹെൻറി രാജാവ് തൻ്റെ സൈന്യത്തെയും കൂട്ടിയിട്ട് മൂർസ് ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് ഇതറിഞ്ഞ മെലഫിസെൻ്റ് രാജാവിനെ തടയുന്നുണ്ട്. അങ്ങോട്ട് പോവരുത്, അങ്ങോട്ട് കയറരുത് എന്നൊക്കെ അവൾ പഠിച്ച പണി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജാവ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ രാജാവാണ്, ഞാൻ ആര് പറയണത് കേൾക്കില്ല, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മെലഫിസെൻ്റ് പറയാണ്, നിങ്ങൾ എൻ്റെ രാജാവല്ല എന്നൊക്കെ. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു. മെലഫിസെൻ്റിനെ സഹായിക്കാനായി മൂർസിലുള്ള ജീവികളും പടയാളികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ഹെൻറി രാജാവും മെലഫിസെൻ്റും യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിനിടെ ഹെൻറി രാജാവിന് വളരെയധികം പരിക്കും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. യുദ്ധത്തിനിടെ പരിക്ക് പറ്റിയ ഹെൻറി രാജാവ് കിടപ്പിലായി. അങ്ങനെ രാജാവ് കൊട്ടാരത്തിലുള്ളവരുടെ അടുത്ത് പറയാണ്, ആരാണ് മെലഫിസെൻ്റിനെ കൊല്ലുന്നത്, അവർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റീഫൻ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. രാജാവ് പറയുന്നതിലെല്ലാം സ്റ്റീഫനും കേൾക്കുന്നുണ്ട്. അവനറിയാം മെലഫിസെൻ്റിനെ കൊല്ലുക എന്നത് തന്നെ സംബന്ധിച്ചോളം അവന് സിമ്പിളാണെന്ന്. അങ്ങനെ അവൻ മൂർസിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് മെലഫിസെൻ്റിനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം പെട്ടെന്ന് മെലഫിസെൻ്റ് പറന്നിട്ട് അവിടെ വരുന്നതുമുണ്ട്. കുറേ വർഷത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ സ്റ്റീഫൻ മെലഫിസെൻ്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നാലും അവൾക്ക് അവനോട് ഇപ്പോഴും ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അവൻ പറയാണ്, ഹെൻറി രാജാവ് നിന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ. അതവൾ വിശ്വസിക്കുന്നു. പിന്നീട് സ്റ്റീഫൻ മെലഫിസെൻ്റിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ച ഉടൻ തന്നെ അവൾ ഉറങ്ങിപ്പോകുന്നതുമുണ്ട്. ഇതേ സമയത്ത് അവൻ അവൻ്റെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് അവളെ കുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവനത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ അവളുടെ 2 ചിറകുകളും ഒരു ലോഹം ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ മെലഫിസെൻ്റ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. മെലഫിസെൻ്റ് എണീച്ചു ഉടനെയാണ് അവൾ അറിയുന്നത് സ്റ്റീഫൻ തന്നെ ചതിച്ച് തൻ്റെ ചിറകുകളും മുറിച്ചുകൊണ്ട് പോയിക്കൊണ്ടെന്ന്. തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ ചതിച്ചതിലും തൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമായ ചിറക് നഷ്ടപ്പെട്ടതിലും അവൾ ഇരുന്ന് അലറി കരയാൻ തുടങ്ങി. ഇതേ സമയത്ത് ഈ ചിറകുകളുമായിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് സ്റ്റീഫൻ, ഞാൻ അവളെ കൊന്നു, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കാനായിട്ട് സ്റ്റീഫനും തൻ്റെ മകളും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സ്റ്റീഫൻ ആ രാജ്യത്തിൻ്റെ രാജാവാണ് കേട്ടോ. ഒരു ദിവസം ഒരാൾ ഒരു കാക്കയെ കെണിവെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മെലഫിസെൻ്റ് ആ കാക്കനെ ഒരു മനുഷ്യനാക്കി മാറ്റി. അങ്ങനെ ആ മനുഷ്യനിൽ നിന്നും ആ കാക്കനെ രക്ഷിച്ചു. ഇതിന് പകരമായി ആ കാക്ക എന്ത് ചെയ്യണമെന്ന് മെലഫിസെൻ്റ് അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്, നീ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നീ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ ചിറകായി മാറിയിരിക്കുകയാണ്. അവൻ്റെ പേരാട്ടോ ദിയാവൽ. എന്തിനു വേണ്ടിയാണ് സ്റ്റീഫൻ മെലഫിസെൻ്റിനെ ചതിച്ചെന്നുള്ള കാര്യമൊക്കെ ദിയാവൽ വന്ന് മെലഫിസെൻ്റിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൾ അറിയുന്നത് മനുഷ്യന്മാരുടെ രാജാവാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റീഫൻ അവളെ ചതിച്ചെന്നുള്ള കാര്യം. ഇതറിഞ്ഞ മെലഫിസെൻ്റ് മൂർസിനെ ഒരു ഇരുണ്ട സ്ഥലമാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ സ്റ്റീഫന് ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആ കുട്ടിക്ക് ഇപ്പോൾ ഓരോ വിഷ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്താണ് മെലഫിസെൻ്റ് അവിടെ എത്തുന്നത്. ഇത് കണ്ട സ്റ്റീഫൻ പെട്ടെന്നൊന്ന് പേടിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ അവൾ കുട്ടീനെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഇവൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. പക്ഷെ അവളൊന്നും ചെയ്യണില്ല. എന്നാൽ അവൾ ആ കുട്ടിയോട് പറയുകയാണ്, ഇവൾ വളരെ സുന്ദരിയായിരിക്കും, ഇവളെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നൊക്കെ അവൾ ആ കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ്. അത് കേട്ട് ആശ്വസിച്ചിരിക്കുന്ന സ്റ്റീഫന് തെറ്റി. എന്താണെന്ന് വെച്ചാൽ മെലഫിസെൻ്റ് ആ കുട്ടീൻ്റെ അടുത്ത് പറയുകയാണ്, ഇവൾക്ക് 16 വയസ്സാകുമ്പോൾ ഒരു ചർക്കയുടെ സൂചി കൈ കൊണ്ട് അവൾ എന്നും ഉറക്കത്തിലേക്ക് പോവും. എന്നാൽ ആരാണോ ഇവൾക്ക് യഥാർത്ഥ സ്നേഹത്തോടെ ഉമ്മ നൽകുന്നത്, അപ്പോൾ ഇവൾ ആ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നൊക്കെ പറയുന്നുണ്ട്. മെലഫിസെൻ്റ് അറിയാമായിരുന്നു മനുഷ്യരുടെ ഇടയിൽ യഥാർത്ഥ സ്നേഹമില്ല എന്ന്. എന്നിട്ട് മെലഫിസെൻ്റ് അവിടെ നിന്ന് പോവും. രാജാവ് വല്ലാതെ പേടിച്ചുപോയി. രാജ്യത്തുള്ള എല്ലാ ചർക്കകളും കത്തിച്ചിട്ട് കളയാൻ ഉത്തരവിട്ടു. എല്ലാവരും അത് കത്തിച്ച് കളയുകയും ചെയ്തു. 16 വയസ്സുവരെ കുട്ടി കൊട്ടാരത്തിൽ താമസിക്കരുത് എന്ന് രാജാവ് പറഞ്ഞു. രാജാവ് കുട്ടിയെ ആ മൂവർ സംഘത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഇവൾക്ക് 16 വയസ്സും ഒരു ദിവസവും കഴിഞ്ഞിട്ട് ഇവൾക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആ കുട്ടിയുടെ പേരാണ് കേട്ടോ ഒറോറ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
ഒറോറയെ അവരുടെ കയ്യിലാക്കിയ ശേഷം സ്റ്റീഫൻ മൂർസിൽ പോയി മെലിഫസനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നു. അപ്പോൾ തന്നെ മെലിഫസൻ മൂർസിന് ചുറ്റും മരത്തിൻ്റെ ഒരു വേരുകൊണ്ട് ഒരു കവചം ഉണ്ടാക്കുന്നുണ്ട്. അവർ ആ കവചം തകർക്കാൻ പല പണിയും നോക്കിയെങ്കിലും അവർക്കൊന്നിനും കഴിഞ്ഞില്ല. അങ്ങനെ ആ മൂവർ സംഘം ഒറോറയെ നോക്കാൻ വേണ്ടി അവരുടെ രൂപം മാറിയിട്ട് ഒരു സ്ത്രീൻ്റെ രൂപത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇതേ സമയത്ത് ദിയാവൽ വന്നിട്ട് മെലിഫസനോട് രാജാവ് കുട്ടിയെ മാറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പടയാളികൾ തോറ്റു വന്നതിൽ രാജാവിന് അതിയായ ദേഷ്യവും വന്നിട്ടുണ്ട്. മെലിഫസൻ്റ് ഒറോറയെ വന്ന് കാണുന്നുണ്ട്. മെലിഫസൻ്റ് ആ കുട്ടിയെ പേടിപ്പിക്കാനും ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കി കുട്ടീനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി നിഷ്കളങ്കമായി ചിരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഒറോറ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെലിഫസൻ്റും ദിയാവലും ഒറോറയെ വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒറോറ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ആ മൂവർ സംഘം എന്തിനോ വേണ്ടി